ലൂസിഫർ പോലൊരു ബ്രഹ്മാണ്ഡ സിനിമയുടെ പ്രൊജക്റ്റുമായി ഇതുവരെ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ലാത്ത ഒരാൾ സമീപിച്ചപ്പോൾ ഉടനടി സമ്മതിക്കാൻ മോഹൻലാൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പൃഥ്വിരാജ്. മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്ന് ഒരു മോശം സിനിമ ഒരിക്കലും നിർമ്മിക്കില്ലെന്ന ബോധ്യമാണ് തന്റെ ആത്മവിശ്വാസത്തിന് കാരണമെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തി. ഈ ആത്മവിശ്വാസമായിരുന്നു തനിക്കുണ്ടായ വലിയ സമ്മർദ്ദം എന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി. ദ ഹോളിവുഡ് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജും മോഹൻലാലും മനസ്സ് തുറന്നത്. ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചത്. ഒരു ആക്ഷൻ ഡയറക്ടറെ നിയോഗിക്കാൻ കഴിയാത്ത സിനിമകളിൽ ആക്ഷൻ സീക്വൻസ് ഞാൻ ചെയ്തിരുന്നു. എൻ്റെ സംവിധായകർ എൻ്റെ ഈ താല്പര്യം തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പേരെടുത്ത് പറയുകയാണെങ്കിൽ സംവിധായകൻ പത്മകുമാർ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു വർഗം. 2006 അത് റിലീസ് ചെയ്തത്. ആ സിനിമയിലാണ് ഞാൻ ശരിക്കും ഒരു ആക്ഷൻ രംഗം സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന് അത് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് അടുത്ത സിനിമയുടെ ക്ലൈമാക്സ് എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. വാസ്തവം സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസ് ഞാനാണ് ഷൂട്ട് ചെയ്തത്. പിന്നീട് പല സിനിമകളിലും ഞാൻ ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആക്ഷൻ രംഗങ്ങളുടെ ഗ്രാമർ പഠിച്ചെടുത്തത്. ആക്ഷൻ രംഗങ്ങളിൽ ഒരുപാട് കട്ടുകൾ വരും. ആ എഡിറ്റുകൾ മനസ്സിലാക്കി കണ്ടുവേണം അത് ഷൂട്ട് ചെയ്യാൻ. ആ സമയത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അത് ചെലവേറിയ പരിപാടിയാണ്. കൃത്യമായ ആസൂത്രണം ഇല്ലാതെ ഷൂട്ട് ചെയ്താൽ ഫിലിം റോൾ നഷ്ടമാകും. അതെല്ലാം കണക്ക് കൂട്ടിയാണ് ഷൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ സാങ്കേതിക തത്വം പഠിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ഷൻ ഷൂട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ആക്ഷൻ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ക്യാമറയ്ക്ക് മുമ്പിൽ മോഹൻലാൽ എന്ന താരത്തെ ലഭിക്കുകയും ചെയ്താൽ പിന്നെ സംഭവിക്കുക എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അദ്ദേഹം ആക്ഷൻ ഏറെ ആസ്വദിക്കുന്ന ആളാണ്. എമ്പുരാനിലെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും പൃഥ്വിരാജ് വാചാലനായി. എമ്പുരാനിൽ ഡൂപ്പിട്ട് ഒരു രംഗവും ചിത്രീകരിച്ചിട്ടില്ല. ഒറ്റ ഫേസ് റീപ്ലേസ്മെന്റ് ഷോട്ടും ഇല്ല. മോഹൻലാൽ തന്നെയാണ് എല്ലാ ആക്ഷനും ചെയ്തിരിക്കുന്നത്. OTTയിൽ വരുമ്പോൾ ഓരോ ഷോട്ടും പോസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളൂ. ദൈർഘ്യമുള്ള ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ചിത്രത്തിൽ. ഞാനും ആക്ഷൻ കൊറിയോഗ്രാഫർ സിൽവയും പരീക്ഷിച്ചിരിക്കുന്നത്. ഒരു ട്രാക്കിൽ 5 ക്യാമറകൾ വെച്ചാണ് ചില ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഷോട്ട് അത്രയും കാര്യമായി ചെയ്യണമെങ്കിൽ കൃത്യമായ ഓരോ ആക്ഷനും മനഃപ്പാടമായിരിക്കണം. മോഹൻലാൽ അല്ലാതെ മറ്റാർക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത ശരിക്കും വിസ്മയകരമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രായം കൂടി കണക്കിലെടുക്കുമ്പോൾ. കൂടാതെ ഗംഭീര ഓർമ്മശക്തിയാണ് അദ്ദേഹത്തിന്. എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളുടെ പൃഥ്വിരാജ് പ്രതികരിച്ചു. എമ്പുരാൻ ബിഗ് സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു. എന്തായാലും എമ്പുരാൻ ഒരു ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമയല്ല. എന്നാൽ 150 കോടിയാണ് ബജറ്റ് എന്നത് സത്യമല്ല. നിങ്ങൾ ഈ സിനിമ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന ബജറ്റ് ഈ സിനിമയുടെ ബജറ്റാണ്. ഇതിന്റെ യഥാർത്ഥ ബജറ്റ് ഊഹിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് നിർമ്മാതാക്കളെ ഞാൻ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അത്ര കുറവ് ബജറ്റിലാണ് ഞാൻ ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. 3-ാം ഭാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും. 3-ാം ഭാഗം ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. എമ്പുരാൻ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ 3-ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കി. ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജിനെ ക്രൂരനായ സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ചത് ചില കാരണങ്ങളുണ്ടെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രൂരനായ സംവിധായകൻ എന്നും വിശേഷിപ്പിച്ചതിൽ ചില സത്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഡ്രാക്കുള രക്തമൂറ്റിയെടുക്കുന്ന പോലെയാണത്. അതുകൊണ്ട് ഈ സിനിമ മനോഹരമാണ്. പൃഥ്വിക്ക് സിനിമയെക്കുറിച്ച് അഭിനയത്തെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ചില സംവിധായകർ ഒരു ഷോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഓക്കെ പറയും. പക്ഷേ പൃഥ്വി അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഇടപെടലിന് ഒരു മാജിക് ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം നമ്മൾ പോലും അറിയാതെ എടുത്തിരിക്കും. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോ സിനിമ കഴിയും തോറും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ ഗ്രാഫ് മുകളിലേക്കാണ്. അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്ന മാജിക് ഒരു അനുഗ്രഹം പോലെ തന്നിലേക്ക് വരുന്നതാണെന്ന് മോഹൻലാൽ പറഞ്ഞു. കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ചില മാനറിസങ്ങൾ ഒരു അനുഗ്രഹം പോലെ എന്നിലേക്ക് വരുന്നതാണ്. തന്മാത്ര എന്ന സിനിമയിൽ എൻ്റെ കഥാപാത്രം ഒരു അൽഷിമേഴ്സ് രോഗിയാണ്. അതിൽ ആ കഥാപാത്രം ഒരു പ്രത്യേക രീതിയിലാണ് ചിരിക്കുന്നത്. സിനിമ റിലീസായപ്പോൾ ചില ഡോക്ടർമാർ എന്നോട് ചോദിച്ചു, ഞാൻ അത്തരം രോഗികളെ നിരീക്ഷിക്കാറുണ്ടോ എന്ന്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. ഞാൻ നുണ പറയുകയാണെന്നും അവർ പറഞ്ഞു. പല സിനിമകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു മനോഹര പ്രൊഫഷനാണ്. ആരോഗ്യമുള്ളിടത്തോളം കാലം സിനിമ ചെയ്യും. എല്ലാം നിർത്തിയാലോ എന്ന് ആലോചിച്ചു പോകുന്ന നിമിഷങ്ങളും ഏതു കരിയറിലും ഉണ്ടാകും. എൻ്റെ കരിയറിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്.